ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട്. ഈ കോമ്പറ്റീഷൻ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് വ്യക്തികളെ എനിക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്ത്യൻ ക്രൗൺ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത മിസ്സസ് സൂസൻ വർഗീസ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻസിലൊക്കെയും സജീവ സാന്നിധ്യമായിരുന്ന മിസ്സസ് സൂസൻ വർഗീസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നമ്മുടെ ക്രിസ്ത്യൻ ക്രൗൺ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ഇന്ന് ഈ ക്വിസ് കോമ്പറ്റീഷനിൽ വന്ന് സംബന്ധിക്കാൻ തക്കതിനുവണ്ണം ആഗ്രഹിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെയും ചെയ്തിരുന്ന രാജൻ കാൽവറി കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് ഈ ലോകത്തോടെ യാത്ര പറയുകയുണ്ടായി. കഴിഞ്ഞ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയതിന് ശേഷവും പ്രിയപ്പെട്ട രാജൻ ഇവിടെ കടന്നു വരികയും വളരെ സന്തോഷകരമായി അത് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ക്വിസ് കോമ്പറ്റീഷൻസിന് വേണ്ടി വളരെയധികം തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു മാന്യദേഹമായിരുന്നു പ്രിയപ്പെട്ട രാജൻ. ഈ പ്രാവശ്യവും കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്തപ്പോൾ ആദ്യം തന്നെയാണ് അദ്ദേഹം അത് ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ഇൻ്റർനാഷണൽ ആഭിമുഖ്യത്തിലാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നത്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് മണി നൽകുന്നതും ഏറ്റവും കൂടുതൽ ലോകവ്യാപകമായിട്ട് ജനങ്ങൾ കാണുന്നതുമായിട്ടുള്ള ഒരു ഷോയാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ. കഴിഞ്ഞ നിങ്ങളുടേതായിട്ടുള്ള കോമ്പറ്റീഷൻ നിങ്ങളൊരു പക്ഷേ അത് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നാം ഇവിടെ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ മഹത്വത്തിനായിട്ടും ദൈവത്തെ അനേകർക്ക് ചൂണ്ടിക്കാണിക്കുവാനും അനുഭവമാക്കുവാനുള്ള ഒരു മുഖാന്തരമായിട്ടുമാണ് ഞങ്ങളിതിനെ കാണുന്നത്. നിങ്ങളുടെ ഹാർദമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥനകൾ അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഈ എപ്പിസോഡിൽ ജഡ്ജസായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിചയപ്പെടാം. ഒന്ന് മിസ്സസ് രാജി വർഗീസ്, എൻ്റെ പ്രിയ പത്നിയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലേഡീസ് വിങ്ങിൽ എൻ്റെ ചുമതല വഹിക്കുന്നു. രണ്ടാമത്തത് മിസ്സസ് ഷീബ സക്കരയാണ്. എന്നോടൊപ്പം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം എൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷൻ ടീമിലും പ്രവർത്തിക്കുന്നു. അവരിരുവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് മിസ്റ്റർ പോൾസൺ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് IPC ഹെബ്രോൻ സഭയിലൊരു മെമ്പറാണ്. എൻ്റെ പേര് പോൾസൺ PK. ഹെബ്രോൻ സഭയിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ ഈ സ്ഥാനത്തായിരിക്കുന്ന ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാനാണ് ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് എന്നെ തിരഞ്ഞെടുത്തതിനായി ഞാൻ അതീവ നന്ദിയുള്ളവനാണ്. ഞാൻ നല്ല രീതിയിൽ ബൈബിൾ വായിക്കുവാനും അതിനനുസരിച്ച് അവിടെ പെർഫോം ചെയ്യാനും എനിക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകരോടുമുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്കൾ നേരത്തെയും ഇവിടുത്തെ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ? യെസ്, പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തയ്യാറെടുപ്പിലായിരിക്കും വരുന്നത്. അതെ, തീർച്ചയായിട്ടും അനേക ക്വിസ് കോമ്പറ്റീഷൻസിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മിസ്റ്റർ പോൾസൺ. യെസ്, അടുത്ത മിസ് ജേക്കബ് വർഗീസ്. എൻ്റെ പേര് ജേക്കബ് വർഗീസ്. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ വാളകം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വേർഡ് ടു വേൾഡ് ടെലിവിഷനിലെ ഒരു മത്സരാർത്ഥിയായിട്ടാണ്. ഇത് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ്. തുടർന്നുള്ള സ്റ്റേജുകളിലും വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏത് സഭയിൽ നിന്നാണ്? മാർത്തോമ സഭയിൽ നിന്നാണ്. നേരത്തെ നിങ്ങളുടെ സഭയിലെ ഇടവകയിലെ വല്ല ക്വിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത പരിചയമുണ്ടോ? അങ്ങനെ ചെറുതായിട്ട് കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇതിനൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും.
താങ്ക് യു. അടുത്തതായിട്ട് മിസ്സസ് റീജ ജോൺസൺ. എൻ്റെ പേര് റീജ ജോൺസൺ. ഞാൻ താമസിക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്, പാസ്റ്റർ ജോൺസൺ ലൂക്കോസ്. ഞങ്ങൾ സിയോൺ അസംബ്ലി ഇൻ്റർനാഷണൽ ട്രസ്റ്റ് എന്ന ചർച്ചിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണ സമയ സുവിശേഷ വേലയിലായിരിക്കുന്നു. ആ കൂടെ ഞാനും സജീവമായി സുവിശേഷ വേലയിൽ പങ്കെടുക്കുന്നു. ഇതാദ്യമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. തുടർന്നുള്ള എപ്പിസോഡിലേക്ക് മുന്നോട്ട് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. നേരത്തെ ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? വലിയതിലൊന്നും പങ്കെടുത്തില്ല. ചർച്ചിലൊക്കെ നമുക്ക് ഈ ഓരോ പുസ്തകങ്ങൾ വെച്ചുള്ള അങ്ങനെയുള്ളതിലൊക്കെ ചെറുതായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ ക്വിസ് കോമ്പറ്റീഷൻസ് ഉണ്ട്. അത് നമ്മുടെ സഭകളിലൊക്കെ നടത്തുന്ന ക്വിസ് കോമ്പറ്റീഷൻസ് ആണ്. വേദപുസ്തകം വായിപ്പിക്കാനുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് ആണ്. മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ട് വന്ന് അതിൽ നിന്ന് ക്വിസ് കോമ്പറ്റീഷൻ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും മത്തായിയുടെ സുവിശേഷം വായിക്കും. അപ്പോൾ അങ്ങനെ വന്ന് അതിൽ നിന്ന് ചോദ്യം അതുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു ആഗോള തലത്തിൽ ആ രീതിയിലുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻസ് ആണ്. അപ്പോൾ ഇത് ഹോൾ ബൈബിളാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇത് വരുന്നത്. താങ്ക് യു വെരി മച്ച്. യെസ്, ഉദയ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഉദയ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ദൈവം തന്ന ഭാഗ്യപദവിക്കായി സ്തോത്രം. എൻ്റെ ഭർത്താവിൻ്റെ പേര് കിഷോർ. 2 മക്കൾ ജോഷുവ, ജോയൽ. കഴിഞ്ഞ പ്രാവശ്യവും ഈ ക്വിസ് പ്രോഗ്രാമിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അധികമായി വചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും അത് മുഖാന്തരം സാധിച്ചു. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ബൈബിൾ ക്വിസ് ഉണ്ടെന്നറിഞ്ഞ് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദാറ്റ്സ് ഗുഡ്. ഈ പ്രാവശ്യം അപ്പോൾ ഇതെല്ലാം അറിയാമല്ലോ. എൻ്റെ മോഡാലിറ്റി ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളത് നല്ലതുപോലെ അറിയാമല്ലോ. ഇല്ലേ? പോൾസൺ അതൊക്കെ കണക്കാക്കിയാണ് വന്നിരിക്കുന്നത്. ഇല്ലേ? തീർച്ചയായിട്ടും നമുക്കെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കാം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്തൃനാമത്തിൽ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഇതിൻ്റെ നിയമങ്ങളൊക്കെ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മുടെ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ 4 റൗണ്ട്സാണ് ഉള്ളത്. ഓരോ എപ്പിസോഡിലും 4 റൗണ്ട്സ് ഉണ്ട്. ഒന്നാമത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്, പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. രണ്ടാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പുതിയ നിയമത്തിന് ഉള്ള പുസ്തകങ്ങളിലെ ചോദ്യങ്ങൾ. മൂന്നാമതായിട്ട് ടെസ്റ്റിമണി റൗണ്ട്, അതായത് സാക്ഷ്യത്തിൻ്റെ റൗണ്ടാണ്. ക്രിസ്തീയ അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ കാണാപ്പാടം പഠിച്ചു വന്ന് നടത്തുന്ന ഒരു കോമ്പറ്റീഷനായിട്ടല്ല ഇതിനെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും പ്രശോഭിക്കുവാൻ തക്കോണ്ടുമുള്ള ഒരു മുഖാന്തരം കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രകാരമുള്ള നമ്മുടെ എല്ലാ ക്വിസ് കോമ്പറ്റീഷൻസിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും അതിന് വളരെയധികം സ്വീകാര്യത നേടിത്തന്നിട്ടുണ്ട്. ഒരു സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നത്. അതുകൊണ്ട് ടെസ്റ്റിമണി റൗണ്ടാണ് മൂന്നാമത്തെ റൗണ്ട്. അവസാനമായിട്ടുള്ളത് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. തിരുവചനം അതിവേഗം കണ്ടുപിടിക്കത്തക്ക രീതിയിൽ ഏറ്റവും പെട്ടെന്ന് ഞങ്ങളിവിടെ നിന്ന് പറയുന്ന തിരുവചന ഭാഗം വായിക്കുന്നവർക്കുള്ള കോമ്പറ്റീഷനാണത്. റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. വചനം നിത്യമായി കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ അതിൽ വിജയം നേടുവാൻ കഴിയൂ. അത് ജസ്റ്റ് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് നടത്തുന്നത്. അങ്ങനെ ഇങ്ങനെ 4 പ്രത്യേകമായ റൗണ്ടുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് 2 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് അടുത്ത റൗണ്ടിലേക്ക്. അടുത്ത ജോഷുവ സ്റ്റേജാണ്. ഇത് ഫസ്റ്റ് സ്റ്റേജ് മോസസ് സ്റ്റേജാണ്. അടുത്ത ജോഷുവ സ്റ്റേജിലേക്ക് ഇതിൽ നിന്നും 2 പേരെ തിരഞ്ഞെടുക്കും. പങ്കെടുക്കുന്ന ഇതിൽ ഒരു ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനം, കോൺസലേഷൻ പ്രൈസസും ഉണ്ട് എല്ലാ എപ്പിസോഡിലും. അപ്പോൾ ആമുഖമായിട്ട് ഈ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിക്കാനുണ്ടോ എന്നോട് ചോദിക്കാം. പോൾസണൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് സെമി ഫൈനൽ വരെ വന്നതല്ലേ. അതുപോലെ ഉദയ നിങ്ങൾക്കറിയാം. പിന്നെ പുതുതായിട്ട് ജേക്കബ് വർഗീസും റീജ ജോൺസണുമാണ് അല്ലേ. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം അറിയുകയില്ലെങ്കിൽ പാസ്സെന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഗസ് ചെയ്തിട്ടൊരു ഉത്തരം തന്ന് തെറ്റുകയാണെങ്കിൽ അതിന് മൈനസ് മാർക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടായെങ്കിൽ അടുത്ത ആളിന് പാസ്. അങ്ങനെ റൗണ്ടായിട്ട് ക്ലോക്ക് വൈസ് ആയിരിക്കും അത് നൽകുന്നത്. ഓൾറൈറ്റ്, ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യു ആർ ഫൈൻ. അപ്പോൾ ഷാൽ ബി പ്രൊസീഡ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് മോസസ് സ്റ്റേജ് എപ്പിസോഡ് 1 ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. യെസ് മിസ്റ്റർ പോൾസൺ. വളരെ ലളിതമായ താങ്കളെ പോലുള്ള ഒരു
ക്വിസ് കോമ്പറ്റീഷന് സദാ പങ്കെടുക്കുന്ന വ്യക്തി ഒരു നിസ്സാരമായ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. യെസ്. മഹ്ലോൻ്റെയും കില്യോൻ്റെയും അമ്മയുടെ പേരെന്ത്? നവോമി. ദ ആൻസർ ഈസ് റോങ് ആണോ? അല്ല, ദ ആൻസർ ഈസ് റൈറ്റ്. സോ മിസ്റ്റർ പോൾസൺ ഗെറ്റ്സ് 5 മാർക്സ്. ഒന്ന് പേടിച്ചല്ലേ? റൈറ്റ്. സോ യു ഗെറ്റ് 5 മാർക്സ്, 5 മാർക്ക്. ഓൾറൈറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. രണ്ടാമത്തെ ചോദ്യം മിസ്റ്റർ ജേക്കബ് വർഗീസിനോടാണ്. യോശിയാവ് യഹൂദ രാജാവായപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? പാസ്. യെസ് മിസ്സസ് റീജ. 7. 7. The answer is wrong. -2 marks for Rija Johnson. -2 marks. Yes. 8 വയസ്സ്. 8 വയസ്സ്. The answer is right. So you get 4 marks. 8 വയസ്സായിരുന്നു. ഓൾറൈറ്റ്. അതിനകത്തൊരു പ്രശ്നമുള്ളത്, യോശുവ 2 പേരുണ്ട് പഴയ നിയമത്തിൽ. ഒരു 7 വയസ്സുകാരനും 8 വയസ്സുകാരനും അത് രാജാവായി തീർന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞത് 7 വയസ്സാണ്. അപ്പോൾ 8 വയസ്സാണ് ശരിയായ ഉത്തരം. സോ ഉദയ ഗെറ്റ്സ് 4 മാർക്സ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം റീജ ജോൺസണോടാണ്. റൈറ്റ്? അതെ. യാക്കോബ് ഗർഭാശയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ്റെ കൈ എന്തിനെയാണ് പിടിച്ചിരുന്നത്? യേശാവിൻ്റെ കുതികാലിനെ. എക്സാക്ട്ലി റൈറ്റ്. യേശാവിൻ്റെ കുതികാലിനെയാണ് പിടിച്ചിരുന്നത്. 5 മാർക്സ് ഫോർ റീജ ജോൺസൺ. ഓൾറൈറ്റ്. ഉദയ, ഫോർ യു. റൈറ്റ്? ഓക്കെ. യഹോവ ഇയ്യോബിൻ്റെ പിൽക്കാലത്ത് എത്ര ഒട്ടകങ്ങളെ നൽകി? 6000. Exactly, the right answer. 5 marks for Udaya. Right? Okay. So here we end the Old Testament round. അത് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തതായിട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്. നമ്മൾ ഈ പ്രാവശ്യം അത് ആരംഭിക്കുന്നത് ഉദയയിൽ നിന്നായിരിക്കും. ഓൾറൈറ്റ്? ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് ആരംഭിക്കുന്ന പുതിയ നിയമത്തിലെ പുസ്തകം ഏത്? ലൂക്കോസ്. വെരി ഗുഡ്. -2 മാർക്സ്. നെക്സ്റ്റ്. തെറ്റായ ഉത്തരവാണ്. യെസ് റീജ. മർക്കോസ്. മർക്കോസ്. ദ ആൻസർ ഈസ് റൈറ്റ്. 4 മാർക്സ് ഫോർ റീജ. സംശയമുണ്ടോ ഉദയയ്ക്ക്? റൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം റീജ ജോൺസണാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുമ്പോൾ സമുദ്രത്തിൻ്റെ സ്ഥാനം എന്ത്? ഓടിപ്പോയി. എന്തോ? യെസ് ഓർ നോ ഓ പാസ്? പാസ്. പാസ്. യെസ് മിസ്റ്റർ ജേക്കബ് വർഗീസ്. പാസ്. യെസ് മിസ്റ്റർ പോൾസൺ. സമുദ്രം കണ്ടില്ല അവിടെ കണ്ടില്ല. സമുദ്രം ഇല്ല. കണ്ടില്ല. നമ്മുടെ സ്നേഹബന്ധം വെച്ച് അത് ഞാൻ അനുവദിക്കുകയാണ്. സമുദ്രം ഇനിയില്ല. അതാണ് കൃത്യമായ ആൻസർ. ബട്ട് ദാറ്റ് ഈസ് വാട്ട് യു മെൻറ്റ്. അതാണ് പോൾസൺ ഉദ്ദേശിച്ചത്. അതെ, വെളിപാട് പുസ്തകം 21-ാം വാക്യത്തിലാണ്. 4 മാർക്സ് ഫോർ മിസ്റ്റർ പോൾസൺ. മൂന്നാമത്തെ ചോദ്യം ജേക്കബ് വർഗീസിനോടാണ്. യേശുവിൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നത് എവിടെ വെച്ചാണ്? മറുരൂപ മലയിൽ വെച്ച്. എക്സാക്ട്ലി. 5 മാർക്സ് ഫോർ ജേക്കബ് വർഗീസ്. റൈറ്റ്. അടുത്ത മിസ്റ്റർ പോൾസൺ. പുത്തൻ യെരുശലേമിൽ യോഹന്നാൻ മന്ദിരം കണ്ടില്ല. എന്തുകൊണ്ട്? ക്രിസ്തു അതിൻ്റെ മന്ദിരമാകുന്നു. യഹോവ അതിൻ്റെ മന്ദിരം. കൃത്യമായ മറുപടിയല്ല. ഒരവസരം തരികയാണ്. കുഞ്ഞാട് അതിൻ്റെ. കുഞ്ഞാട്.
ഭാഗികമായ ഉത്തരം മാത്രമാണ്. ഓക്കെ, 2 മാർക്ക് അതിന് തരുന്നു. അടുത്ത ചാൻസ് അതിൻ്റെ ഒരു ഭാഗം കൂടെ. അപ്പോൾ 2 മാർക്ക് മിസ്റ്റർ പോൾസന് കൊടുക്കുകയാണ്. മിസ് ഉദയ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഈ പ്രാവശ്യം ഞാൻ ആദ്യത്തെ ചാൻസ് ആയിട്ട് ചെയ്യുകയാണ്. പുത്തൻ യെരൂശലേമിൽ യോഹന്നാൻ മന്ദിരം കണ്ടില്ല, എന്തുകൊണ്ട്? ദൈവവും കുഞ്ഞാടും അതിൻ്റെ കറക്റ്റ്, എക്സാക്ട്ലി. സർവശക്തനായ ദൈവമായ കർത്താവും കുഞ്ഞാടും. പോൾസന അത് വിട്ടുപോയി. സോ ഷീ ഗെറ്റ്സ് 2 marks. So that brings us to the end of New Testament round. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക് അനുഗ്രഹ നിറവിൻ്റെയും ആത്മസന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നു. മ്യൂസിയം ഓഫ് ദി വേൾഡ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായി കാണേണ്ട, സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് തിരുവനന്തപുരം വെമ്പായത്തുള്ള ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് എന്ന സ്ഥാപനം. ഒരു വലിയ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരിണതഫലമാണ് ഈ സ്ഥാപനം. പഴയ നിയമ, പുതിയ നിയമ വിശ്വാസങ്ങളുടെയും ചരിത്രങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒരു സംരക്ഷണ, ഒരു സമ്പാദന മേഖലയാണ് ഈ സ്ഥാനം. നമ്മൾ ഈ സ്ഥാനത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ വിശുദ്ധ നാട്ടിൽ എത്തപ്പെടുന്നത് പോലെയുള്ളൊരു അനുഭവം. പഴയ നിയമ പ്രവാചകന്മാരുടെ രൂപങ്ങളും ശില്പങ്ങളും കണ്ട് സംതൃപ്തി അടയുന്നൊരു ഭാഗം. സമാഗമന കൂടാരം ഉൾപ്പെടെയുള്ള വൈശിഷ്ട്യ വസ്തുക്കളുടെ പ്രത്യേകമായ സംരക്ഷണ കേന്ദ്രം. കർത്താവിൻ്റെ കല്ലറ ഉൾപ്പെടെയുള്ള പുതിയ നിയമ സംഭവങ്ങളുടെ ഒരു അനുഭവം. ജീസസ് പാരഡൈസ് എന്ന പ്രത്യേകമായ സ്ഥാനം ഏവർക്കും സന്ദർശിക്കുവാനും പഠിക്കുവാനും പറ്റുന്ന ഒരു നല്ല സ്ഥാനമാണ്. ബൈബിളുകളുടെ, പ്രത്യേകിച്ച് ബൈബിൾ പരിഭാഷകളുടെ, ഗീസ് ബൈബിൾ ഉൾപ്പെടെയുള്ള ബൈബിളുകളുടെ ഒരു വലിയൊരു സംരക്ഷണവും ഒരു വലിയൊരു സമ്പാദനവും ഇവിടെയുണ്ട്. വിവിധ തരത്തിലുള്ള കുരിശുകൾ, ഇവയുടെയൊക്കെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ സ്ഥാപനം. പ്രത്യേകിച്ച് ഏഷ്യയിലെ ഒന്നാമത്തതും ലോകത്തിലെ രണ്ടാമത്തതുമായ നമ്മുടെ കർത്താവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ഒരു ചിത്രം
ധ്യാനാത്മകമായി സന്ദർശിക്കുവാനുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ചാപ്പലും ഭക്തിസാന്ദ്രമാണ്. ഏകദേശം 15-ലധികം ഭാഷകളിലേക്ക് ഇവിടെ നിന്നും ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ചരിത്രവും പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും വേദശാസ്ത്രവും ഒക്കെ പഠിക്കുവാൻ ഉള്ള ഒരു കേന്ദ്രമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സ്ഥലം സന്ദർശിക്കണം. പ്രത്യേകിച്ച് സെമിനാരി വിദ്യാർത്ഥികൾ, ചരിത്രം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, പാരമ്പര്യങ്ങളും വേദശാസ്ത്രവും ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ എല്ലാം ഒരു നല്ല സന്ദർശന കേന്ദ്രമായിരിക്കും ഈ സ്ഥലം. പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു വർഗീസ് അവറുകളെ പ്രത്യേകം അനുമോദിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന അനേകരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവിടെ സന്ദർശിച്ച് പ്രയോജനപ്പെടുത്തുന്ന ധാരാളം പേരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. അടുത്തതായിട്ടുള്ളത് ടെസ്റ്റിമണി റൗണ്ടാണ്. സാക്ഷ്യങ്ങൾക്ക് പരിധിയില്ല, സാക്ഷ്യങ്ങൾക്ക് മറുപടി നൽകുവാനും സാധ്യമല്ല. പക്ഷേങ്കിൽ സാക്ഷ്യങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്പർശിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമായ കാര്യമാണ്. നമ്മൾ അനേകം സാക്ഷ്യങ്ങൾ കേൾക്കും. അത് കോഴി മുട്ട വെച്ചത് വിരിഞ്ഞു, അല്ലെ ആട് പ്രസവിച്ചു, അതും സാക്ഷ്യമാണ്, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവ് അത്ഭുതം സാക്ഷ്യം. പക്ഷേ ഒരു വ്യക്തിയെ ആകർഷിക്കുന്നതിനും കർത്താവിലേക്ക് ഉള്ള അനുഭവത്തിലേക്ക് നയിക്കുന്നതിനും ഉതകുന്ന സാക്ഷ്യത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. എല്ലാം സാക്ഷ്യങ്ങളാണ്. പക്ഷേ സാക്ഷ്യത്തിൻ്റെ പ്രസക്തി അനുസരിച്ചാണ് ഒരു സാക്ഷ്യത്തെ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ പോൾസൺ ക്യാൻ സ്റ്റാർട്ട്. സാക്ഷ്യം ടൈം കീപ്പർ ടൈം നോക്കിക്കോണം. 5 minutes ആണ്. പിന്നെ സാക്ഷ്യം ആ രീതിയിൽ അല്പം കൂടെ നീട്ടണമെന്ന് പറഞ്ഞാലും 1 minute കൂടെ എക്സ്റ്റൻഷൻ തരും. നമ്മുടെ സാക്ഷ്യം 5 minute പറഞ്ഞു തീർക്കണം. യെസ്, മിസ്റ്റർ പോൾസൺ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം അടിയനും അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് അവസരമൊരുക്കിയ 2026 മെഗാ ബൈബിൾ ക്വിസിൻ്റെ ഈ സംഘാടകർക്കും പ്രത്യേകിച്ച് മാത്യൂസ് വർഗീസിനോടുള്ള ആ നന്ദിയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ സാക്ഷ്യം, ഞാൻ ഒരു ക്രിസ്തീയ ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാവും പിതാവും ഞങ്ങൾ 5 മക്കളാണ്. ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അന്ന് ഞങ്ങൾ ചെയ്തു പോന്നിരുന്നു. പള്ളിയിൽ പോവുകയും അതുപോലെ തന്നെ സൺഡേ സ്കൂളിലും എല്ലാം നല്ല രീതിയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ആ ബാല്യകാലത്തെല്ലാം അങ്ങനെയായിരുന്നു. അതിന് പുറമെ ഞാൻ വേറെ 3 സൺഡേ സ്കൂളിലും കൂടി ഒരു ഞായറാഴ്ച ഞാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള IPC സൺഡേ സ്കൂള്, അതുപോലെ ക്രിസ്ത്യൻ സൺഡേ സ്കൂള്, വേറെ പള്ളിയിലെ സൺഡേ സ്കൂള്, വീണ്ടും വൈകിട്ട് ഒരു സൺഡേ സ്കൂൾ, ഇങ്ങനെ 4 സൺഡേ സ്കൂളിൽ ഞാനൊരു ഞായറാഴ്ച പഠിച്ചിരുന്നു. അങ്ങനെ പഠിച്ചിരുന്നതിന് കൂടിയിട്ട് ഈ യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചോ അതിനുള്ള മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും എനിക്കറിയുമായിരുന്നില്ല. വെറുതെ അത് പഠിക്കും. ഓരോ കഥകൾ, ശിംശോൻ്റെ കഥകൾ, അതുപോലത്തെ സക്കായിയുടെ കഥകൾ, ഇങ്ങനെ പല കഥകളും ഞാൻ സൺഡേ സ്കൂൾ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചിരുന്നു. എൻ്റെ പിതാവാണെങ്കിൽ പള്ളിയിൽ അങ്ങനെ സ്ഥിരമായി പോയില്ലെങ്കിലും ഓശാന ഞായറാഴ്ചയും അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ചയും കടന്നു പോകുന്നതായിട്ട് എനിക്കറിവുണ്ട്. ആ ദുഃഖവെള്ളിയാഴ്ച എൻ്റെ പിതാവ് ആ പള്ളിയിൽ പ്രസംഗിക്കാറുണ്ട്. അതിൻ്റെ ഇൻ്റർവെൽ കിട്ടുമ്പോൾ എൻ്റെ പിതാവ് ആ പള്ളിയിൽ പ്രസംഗിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾ എഴുന്നേറ്റ് പുറത്തു പോവുകയാണ് പതിവ്. അതൊരു ഇൻ്റർവെൽ ടൈം പോലെയാണ് എനിക്കത് തോന്നുക. എന്നിരുന്നാലും
എൻ്റെ പിതാവ് എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും പള്ളിയിൽ പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. എന്നാൽ ചെറുപ്പകാലം കഴിഞ്ഞ് ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് സൺഡേ സ്കൂൾ പഠനമെല്ലാം നിർത്തി കോളേജിൽ പോയി. അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം ഡിഗ്രിയിൽ ചേർന്നു. ഡിഗ്രിക്ക് ചേർന്നപ്പോഴും എനിക്ക് കർത്താവിനെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പഠിക്കാനോ അതിനൊന്നും ഞാൻ താല്പര്യപ്പെട്ടില്ല. ഞാനങ്ങനെ നടന്നുപോയി. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഫാർമസിക്ക് കടന്നുപോയി. ഫാർമസിസ്റ്റായിട്ട് ഞാൻ പാസ്സായി ഞാൻ തിരിച്ചു വന്നു. അതിനുശേഷം എനിക്കൊരു ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിൽ എനിക്ക് ജോലി കിട്ടി. 1 വർഷത്തെ പീരീഡിൽ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ആ ജോലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷം തുടരാൻ എനിക്ക് സാധിച്ചു. ആ കാലയളവിലെല്ലാം ഞാൻ എല്ലാം ദൈവത്തിൽ നിന്ന് വളരെയധികം അകന്ന ഒരു രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത്. എനിക്ക് ദൈവത്തെക്കുറിച്ച് ബൈബിൾ വായിക്കാനോ പാട്ടോ അങ്ങനെ യാതൊന്നും ചെയ്തിരുന്നില്ല. കൂടുതലായി ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. എന്നിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവ് മരിച്ചു. പിതാവ് ഒരു ന്യൂ ഇയറിൻ്റെ അന്നാണ് മരിച്ചത്, ജനുവരി 1. അതിനുശേഷം ഞാൻ കൂടുതൽ ഈ ലോകമെമ്പങ്ങളിലേക്ക് വരുമ്പം ഈ ജോലിയിൽ നിന്നുള്ള ശമ്പളം മുഴുവൻ അതിനുവേണ്ടി ചിലവഴിക്കുകയും ഞാൻ ചെയ്തിരുന്നു. എനിക്ക് ബൈബിളിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ യാതൊന്നും ചിന്തിച്ചിരുന്നില്ല. ഈ ലോകമെമ്പങ്ങളിൽ മുഴുകി അങ്ങനെ കടന്നു പോകുന്നൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. അതിനുശേഷം എൻ്റെ വിവാഹം നടന്നു. ഒരു 28 വയസ്സുള്ളപ്പോൾ എൻ്റെ വിവാഹമായിരുന്നു. എൻ്റെ ഭാര്യ ഒരു സ്കൂൾ ടീച്ചറാണ്. അവരോടൊത്ത് ഞാൻ ജീവിക്കുകയായിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അവർ ജീവിതം തന്നെ. ഞാൻ രാത്രി സമയങ്ങളിൽ വീട്ടിൽ വരാതെയും ചീട്ടുകളിയും അങ്ങനെ മദ്യപാനവുമായിട്ട് അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്കത് പറയുന്നതിൽ യാതൊരു ലജ്ജയുമില്ല. അങ്ങനെ ഞാൻ ജീവിതം മുന്നോട്ട് ഭാര്യ വളരെയധികം വിഷമിച്ചു. രാത്രി വീട്ടിൽ വളരെ വൈകി വരും. എന്നിരുന്നാലും എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ രാത്രി എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത്. പക്ഷേ അന്ന് തീരുമാനമെടുക്കും, നാളെ ഇങ്ങനെയൊന്നും വേണ്ടാത്ത ഒന്നും പോയില്ല എന്ന് തീരുമാനമെടുക്കും. പക്ഷേ പിറ്റേ ദിവസം ഞാൻ വീണ്ടും അതേ പ്രവൃത്തി തന്നെ ആരംഭിക്കും. അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെ തള്ളി നിൽക്കുകയായിരുന്നു. പക്ഷേ അതിന് ഒരു ചേഞ്ച് വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ഇങ്ങനെ മദ്യത്തിൻ്റെ ലഹരിയിൽ വീണ്ടും അവിടെ നിൽക്കുമ്പോൾ എന്നെ അറിയുന്നൊരു സഹോദരൻ അവിടെ കടന്നു വരികയും ആ സഹോദരൻ എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെ പോരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ശരി പോരാം, സഹോദരൻ എന്നെ ഇവിടെ തിരിച്ചു കൊടുന്നാക്കുകയാണെങ്കിൽ ഞാൻ പോരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് ഞാനൊരു ഭവന പ്രാർത്ഥനയിൽ കടന്നുപോയി. അവിടെ വെച്ച് ദൈവം എന്നെ പിടിച്ചു. എനിക്ക് വളരെയധികം ആ പ്രാർത്ഥന, അവരുടെ കൂട്ടായ്മ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു സംഘടനയായിരുന്നു അത്. ഒരു എക്യൂമെനിക്കൽ പ്രയർ ഫെലോഷിപ്പായിരുന്നു. അവിടെ വെച്ച് ഞാൻ മദ്യത്തിൻ്റെ ചെറിയ ലഹരി ഉണ്ടെങ്കിൽ ഞാൻ പാട്ടുകളൊക്കെ എനിക്ക് നന്നായി അറിയാം. അതെല്ലാം പാടി അവരോടൊപ്പം ആരാധിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ ലീഡർ എന്നോട് പറഞ്ഞു, പോൾസൺ ഒരു കാര്യം ചെയ്യേ, എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വരിക. വൈകിട്ട് 3 മണിക്കാണ് 5 മണി വരെ കൂട്ടായ്മ. അതിനുശേഷം ഭവന പ്രാർത്ഥന. അങ്ങനെ ദൈവം എന്നെ ആ ഒരു സന്ദർഭം എന്നെ പിടിച്ചു. പിന്നെ ഒരിക്കലും ഞാൻ മദ്യപാനത്തിനോ മറ്റ് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കോ യാതൊന്നും പോയിരുന്നില്ല. അതിനുശേഷം ഞാൻ ഈ കൂട്ടായ്മയിൽ സ്ഥിരമായി കടന്നു പോവുകയും അതിനനുസരിച്ച് ബൈബിൾ കൂടുതൽ വായിക്കുവാനും തുടങ്ങി. ബൈബിൾ കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊന്നും ചില വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ തട്ടി. വിശ്വസിക്കും, സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. പിന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും ചെയ്ത് എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവൻ, ഞാൻ ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ആ വാഗ്ദത്ത വചനങ്ങളെല്ലാം ഞാൻ വായിച്ചു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള പല വാക്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ തട്ടി. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ഈ വാക്യമെല്ലാം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ ഞാൻ ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്ത് വേണം. അങ്ങനെ സ്വപ്നത്തിൽ എനിക്ക് ഒരു കർത്താവ് കാണിച്ചു തന്നു. സ്നാനപ്പെടേണ്ട ഒരു ആവശ്യകത എനിക്ക് സ്വപ്നത്തിൽ എനിക്ക് 2 പ്രാവശ്യം കർത്താവ് എന്നെ വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹെബ്രോൺ IPC ഇന്ന് ഞാനായിരിക്കുന്ന ആ സഭയിൽ പോയി എൻ്റെ സാക്ഷ്യമെല്ലാം പറഞ്ഞു. അവിടുന്ന് 2-3 ആഴ്ച കഴിഞ്ഞ് ഞാൻ സ്നാനപ്പെടുവാനിടയായി. അത് 2005-ലായിരുന്നു. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വീട്ടുകാർക്കും ഭാര്യ വീട്ടുകാർക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭാര്യ സ്നാനത്തിന് വരില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും അവരാ സ്നാനത്തിന് വന്നു. പക്ഷേ കൃത്യം 1 വർഷം കഴിഞ്ഞതോടെ എൻ്റെ മൂത്ത മകളും എൻ്റെ ഭാര്യയും സ്നാനപ്പെട്ടു. അവിടുന്ന് 1 വർഷം കഴിഞ്ഞ ഉടനെ എൻ്റെ 80 വയസ്സായ എൻ്റെ മാതാവും എൻ്റെ ഇളയ മകളും സ്നാനപ്പെട്ടു.
ഇന്ന് ഞാൻ IPC ഹെബ്രോൻ സഭയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. മറ്റുള്ള പരസ്യങ്ങളിലും അതുപോലെ തന്നെ ഭവന പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കുന്നു. എനിക്ക് പേഴ്സണലായിട്ടുള്ള സുവിശേഷമാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഞാൻ പേഴ്സണലായിട്ട് പല സുവിശേഷങ്ങളും ഞാൻ മറ്റുള്ളവരോട് അറിയിക്കുന്നു. അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. രോഗികളെ ചെന്ന് കാണുന്നു. ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വീട്ടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ഈ സാക്ഷ്യം മറ്റുള്ളവർ കേട്ട് അവർക്കൊരു ചേഞ്ചിന് സഹായകമാകുമെങ്കിൽ എൻ്റെ ഈ സാക്ഷ്യം അതിന് ഉതകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അവസരം തന്ന സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു മിസ്റ്റർ പോൾസൺ. ഞാൻ ആയുസിൽ 4 സൺഡേ സ്കൂളിൽ ഒരുപോലെ ഒരു ദിവസം പോയി പങ്കെടുത്ത് പഠിക്കുന്ന ഒരു വ്യക്തി ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം താങ്കളിത് പറഞ്ഞതാണ്. അപ്പോൾ അതൊരു അപൂർവമായ കാര്യമാണ്. ഒരു സൺഡേ സ്കൂളിൽ തന്നെ പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 4 വ്യത്യസ്ത സൺഡേ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവവചനത്തോടുള്ള ദൈവത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധത അവിടെ കാണുവാനായിട്ട് കഴിയും. താങ്കളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മിസ്റ്റർ പോൾസന് 3 മാർക്ക് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഈസ് മിസ്റ്റർ ജേക്കബ് വർഗീസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ബൈബിൾ കറോൺ എന്ന പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ദൈവം എന്നെ കഴിഞ്ഞ നാളുകളിലൊക്കെ നടത്തി എന്ന് പറയുവാൻ, ഓരോ ദിവസവും വഴി നടത്തിയെന്ന് പറയുവാൻ ഇടയാക്കിയതായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്രകാരമുള്ള ഒരു വേദിയിൽ നിന്നുകൊണ്ട് അപ്രകാരമുള്ള അവസരം തന്ന സാറിനെ കൃത്യമായിട്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ എന്നെ അതിശയകരമായ അത്ഭുതകരമായി നടത്തി. പലവിധമായ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ദൈവം വഴികാട്ടിയായി, തുണയായി, സഖിയായി കൂടെ ഇരുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഓരോ ദിവസങ്ങളിലുമുള്ള കാര്യങ്ങളിലൊക്കെ ദൈവം എന്നോട് കൂടി ഇരുന്ന്, ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ്. എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ അതിൽ ഇടപെടുമ്പോഴൊക്കെ അതിലൊക്കെ ആണെങ്കിൽ ദൈവം എന്നോ ചാരെ നിന്ന് പല പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സാമ്പത്തികമായുള്ള പ്രയാസങ്ങളും ഒക്കെ ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ അവിടെ എല്ലാം ദൈവം കൂടെ ഇരുന്ന് അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. അപ്പോൾ പണം തരുന്ന ദൈവത്തെ അല്ല, സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ദൈവത്തെ അല്ല, അതിലുപരിയായിട്ട് അതിനുള്ള അവസരങ്ങളെയും അതിനുള്ള സാധ്യതകളെയും ഒരു കൂടെ നിന്ന്, ഒരു മാനുവലായിട്ട് കൂടെ നിന്ന് അതിന് പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് എനിക്ക് ഓരോ ദിവസം കാണുവാനായിട്ട് ഇടയാകുന്നത്. പലവിധമായ കൊച്ചു പ്രയാസങ്ങളിലൊക്കെ കൂടെ ഇരുന്നിട്ടുണ്ട്. കൃത്യമായിട്ട് കൊറോണ, ഞങ്ങളുടെ ആദ്യത്തെ കാലങ്ങളിലൊക്കെ കൊറോണയൊക്കെ വന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവർക്കും കൊറോണ വന്നു എങ്കിലും അവിടെയെല്ലാം ഞങ്ങളെ താങ്ങി. ആദ്യത്തെ ബാച്ചിലൊക്കെ ആണെങ്കിൽ പല അപകടങ്ങളൊക്കെ ഞങ്ങളുടെ ചുറ്റുവട്ടമൊക്കെ നടന്നെങ്കിലും ഞങ്ങളുടെ കുടുംബത്തെ അത് വളരെ കാര്യമായിട്ട് ഞങ്ങൾ ബാധിക്കാതെ ഒരു പരിധിവരെയൊക്കെ ഞങ്ങളെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ പല കൊച്ചു വാഹന അപകടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം എന്നെ കരുതിയിട്ടുണ്ട്, എന്നെ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു വലിയൊരു പ്രയാസം നേരിട്ടത്, ഒരു ദിവസം ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കാറിലെ ബാക്കിൽ ഒരു സാധനം എടുക്കാനായിട്ട് കാർ തുറക്കാൻ നേരത്ത് തെന്നി കാറിൽ കൈ എന്ന് ഇടിച്ചു. അത് ഒരുപക്ഷെ അത് ഞാനാണെങ്കിൽ അത് വലിയ കാര്യമാക്കിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് വേദന കൂടി. അപ്പം ഒരുപക്ഷെ കുഴപ്പമില്ല, ചിലപ്പോൾ വിളിക്കതോ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അത് വേദനകൾ വീണ്ടും സഹിക്കാൻ പറ്റാത്തതായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അത്യാവശ്യം മരുന്നൊക്കെ തന്നിട്ട് ഒരു ഓർത്തോയുടെ അടുത്താൽ പോയത്. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, അത് സാരമില്ല, നമുക്ക് അത്യാവശ്യം ഗുളികളൊക്കെ കഴിച്ചാൽ റെഡിയാവുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സുഖമില്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് അങ്ങനെ അത് കഴിഞ്ഞ് ഗുളിയൊക്കെ കഴിച്ചു. വീണ്ടും സുഖമില്ല വന്നപ്പോഴത്തേക്ക് വീണ്ടും എക്സ്റേ എടുത്ത് വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. കാണിച്ച ഡോക്ടർ പറഞ്ഞു എൻ്റെ കൈ പൊക്കാനായിട്ട്, അപ്പോഴത്തേക്ക് കൈ പൊക്കാനായിട്ട് പറ്റത്തില്ല, വളരെ പ്രയാസമാണ്. അപ്പം ഒന്നുകിൽ അത് ഒരു ഓപ്പറേഷൻ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ സാരമില്ലാതെ അങ്ങ് പോകാം, വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോട്ടെ, പ്രായമൊക്കെ എത്ര ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് നടത്തിയാണ്. അപ്പോൾ എപ്പോഴും വന്നുണ്ടെങ്കിൽ എൻ്റെ ഇടത്തെ കൈ കൊണ്ട് എന്തെങ്കിലും പല കാര്യങ്ങളും ചെയ്യാണ്ട് നമുക്കൊരു സ്വാധീനമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് പറഞ്ഞാലും കൈ പൊക്കാനൊന്നും പറ്റുന്നില്ല, വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല, വേദന അതുപോലെ ഭയങ്കരമായ വേദന. അപ്പോൾ ഞാൻ വീണ്ടും വന്നുണ്ടെങ്കിൽ ഈ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് സൗഖ്യം രാത്രിയിൽ, ഞങ്ങൾ തലേ ദിവസമാണെങ്കിൽ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തലേ ദിവസം രാത്രി പോയപ്പം
ഡോക്ടർ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ ഭയങ്കരമായ വേദന, ദിവസങ്ങൾ 2-3 ദിവസം 3-4 ദിവസം ഇങ്ങനെ രാത്രി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നല്ല വേദന, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ വൈഫുമായിട്ട് ഞങ്ങൾ ചേർന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇതിന് എന്തെങ്കിലും ഒരു ആശ്വാസം കണ്ടേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടറാണെങ്കിൽ പറഞ്ഞ് സാരമില്ല, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറാണെങ്കിൽ ഒരു മുട്ടിൻ്റെ ജോയിൻറ്റിലൊരു ഇഞ്ചക്ഷൻ എടുത്തു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ പരിപൂർണമായ സൗഖ്യം തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ സ്വാധീനമില്ലാത്തൊരു കൈയുമായിട്ട് വാഹനം ഓടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലോ എനിക്ക് സംബന്ധിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൈവം എനിക്ക് അത്ഭുതകരമായൊരു സൗഖ്യവും വിടുതലും തന്നു. ഇന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസം ജീവിക്കുന്നു. അവൻ്റെ പാതയിൽ പിന്തുടരാൻ അന്ത്യം വരെ അവനോട് ചേർന്ന് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഞാൻ താങ്ക് യു മിസ്റ്റർ ജേക്കബ് വർഗീസ്. താങ്കളുടെ സാക്ഷ്യത്തിന് 2.5 മാർക്ക് നൽകുകയാണ്, 20 മാർക്സ്. അടുത്തതായിട്ട് മിസ്സസ് റീജ ജോൺസ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഈ സദസ്സിൽ ദൈവമക്കളുടെ മുമ്പാകെ എൻ്റെ യേശുവിനെ സാക്ഷീകരിപ്പാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലിടയാക്കി നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ തന്നു. ആയതിനാൽ ചെറുപ്രായം മുതൽ ബൈബിൾ വായിക്കുന്നതിനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനും വചനം പഠിക്കുന്നതിനെല്ലാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളിലെല്ലാം ദൈവം എന്നോട് കൂടെയിരുന്നു. ചെറുപ്പം മുതൽ ദൈവിക രോഗശാന്തി നിലനിൽപ്പാനും ചെറുതും വലുതുമായ അനേക രോഗങ്ങൾ വന്നപ്പോഴും ദൈവത്തിൽ നിന്ന് മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം സൗഖ്യം പ്രാപിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസ ശേഷം ഞാനൊരു ചെറിയ മെഡിക്കൽ ഫീൽഡിൽ വർക്കുമായി വിശാഖപട്ടണം സ്ഥലത്തേക്ക് പോയി. അവിടെ ദൈവത്തെ അറിയാത്ത അനേക കുഞ്ഞുങ്ങളുടെ കൂടെയായിരുന്നു, ഹോസ്റ്റലിലായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ അവിടെയെല്ലാം എൻ്റെ ദൈവത്തെ ഉയർത്തുവാനും ദൈവത്തെക്കുറിച്ച് അവരുടെ മുമ്പിൽ പറയുവാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി അവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി ദൈവം കൊടുക്കുന്നത് കണ്ട് അവർക്കും ദൈവത്തെ വിശ്വസിക്കത്തക്കവണ്ണം ദൈവടിനെ കൊണ്ട് ചെയ്യിച്ച ദൈവത്തിൻ്റെ മഹാകൃപയ്ക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് കൂടുതൽ അടുക്കാൻ ദൈവം എനിക്ക് അവിടെ വെച്ച് ഭാഗ്യം തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ സുവിശേഷ വേല ചെയ്യണമെന്ന ഒരു ആഗ്രഹം. കർത്താവ് രാജാതി രാജാവുമായ ദൈവത്തെ സേവിക്കുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു ഉദ്യോഗം എന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു, സുവിശേഷ വേല ചെയ്യുവാൻ ഒരു വഴി ദൈവം എനിക്ക് തുറന്നു തരണം. ലഭിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ദൈവത്തെക്കുറിച്ച് പറയുവാനും ദൈവത്തെ സാക്ഷീകരിപ്പാനെല്ലാം ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ദൈവം എനിക്കൊരു സുവിശേഷ വേലയ്ക്ക് ഒരു വഴിയൊരുക്കി തന്നു. അങ്ങനെ ഞാൻ മറ്റുള്ളവർ സുവിശേഷം പറയുവാനൊക്കെ തുടങ്ങി. വിവാഹശേഷം എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. ഞങ്ങൾക്ക് ഫുൾ ടൈം സുവിശേഷ വേല ആയിരിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്നും ആ സുവിശേഷ വേല ഞങ്ങൾ നിലനിൽക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിടയിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതം മാത്രം ഞാൻ പറയണം. ഞങ്ങൾ വാടകയ്ക്കാണ് സുവിശേഷ വേല കൊണ്ട് ചെറിയൊരു ഇതിന് തുടങ്ങിയൊരു സ്ഥലത്തായിരുന്നു. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിന് വാടക കൊടുക്കേണ്ടതായിരുന്നു. അപ്പം പെട്ടെന്ന് ഒരു വാടക കൂട്ടി. അപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അത് താങ്ങാൻ വയ്യാത്തതായതുകൊണ്ട് ഞങ്ങൾ ദൈവസ്ഥലിൽ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ചെറുപ്രായം മുതൽ പ്രാർത്ഥനയിൽ ഏതൊരു വിഷയത്തിനും പ്രതികൂലങ്ങൾ സാഹചര്യത്തിൽ വരുമ്പോൾ ദൈവസ്ഥലിൽ ഉപസിക്കുക, പ്രാർത്ഥിക്കുക, അതെൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മുതൽക്കൂട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിൽ 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്താൽ ഞങ്ങൾക്കൊരു വഴി തുറക്കപ്പെടണമെന്ന് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. രാവിലെയായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഇങ്ങനെ ഞാൻ ദൈവശബ്ദം കേട്ടു, ദൈവം പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. പെട്ടെന്ന് എനിക്ക് ഈ വാക്യം എവിടാന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ ആ വാക്യം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് സംസാരിക്കുക. ആ വാക്യം പറഞ്ഞ് ഞാനെപ്പോഴും ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ട് നടക്കിയിരുന്നു. പ്രാർത്ഥിക്കാൻ ടൈം കിട്ടിയില്ലെങ്കിലും വരുമ്പോഴും പോകുമ്പോഴെല്ലാം ആ വാക്യം പറഞ്ഞിങ്ങനെ സ്തോത്രം ചെയ്യും. അപ്പം പെട്ടെന്ന് എനിക്ക് ആ എബ്രായ ലേഖനത്തിൽ നിന്ന് ആ വാക്യം ദൈവം തന്നു, ഞാൻ നിന്നെ പൂർണ്ണമായി രക്ഷിക്കാം. അപ്പം ഞാൻ തിരിച്ചത് എങ്ങനെയായിരിക്കും ദൈവമേ പൂർണ്ണമായി രക്ഷിക്കുന്നത്? എങ്കിലും വിശ്വാസത്തോടെ ആ വാക്യം പറഞ്ഞ് രാവും പകലും ആ വാക്യം പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നു. 3-ാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥന തീർന്നിങ്ങനെ പായിൽ തന്നെ ഇരുന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു. അതൊരു പാസ്റ്റർ വിളിച്ചത്.
ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയിച്ച് ചോദിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ താമസിക്കുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല. എങ്കിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ വാടക മുടങ്ങേണ്ടത് വന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ആ പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇവിടെ താമസിക്കുന്നു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ആ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വീടുണ്ട്, പാസ്റ്റർ അവിടെ പോയി താമസിച്ചോ, വാടകയൊന്നും തരണ്ടാന്ന്. വാസ്തവമായും അന്ന് ഞങ്ങൾക്ക് അത് എന്താ സന്തോഷമാണ്. നമ്മുടെ ദൈവം സംസാരിച്ചതുപോലെ തന്നെ പൂർണ്ണമായി ചെറിയ ഏതെങ്കിലും വാടക കൊടുത്ത് എവിടെയെങ്കിലും താമസിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാ ദൈവം സംസാരിച്ചതുപോലെ തന്നെ വാടക കൊടുക്കണ്ടെന്ന് തീർത്ത് പറയത്തക്ക രീതി താമസിക്കുക. ഞങ്ങൾ താമസിച്ചേക്കാളും നല്ലൊരു ഭവനം ഞങ്ങൾക്ക് ഇപ്പോൾ താമസിക്കാൻ കിട്ടിയ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ അവിടെ സുവിശേഷ വേലയിലായിരിക്കുന്നു. സിയോൺ ഇൻ്റർനാഷണൽ അസംബ്ലി എന്ന ചർച്ചുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ചർച്ചിൽ തന്നെ മാസം തോറും ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി പകലൊക്കെ അവിടെ സുവിശേഷ ട്രാക്റ്റുകൾ കൊടുക്കും. കവല തോറും ഇങ്ങനെ ചെറിയ ചെറിയ പ്രസംഗം നടത്തും. പിന്നെ രാത്രിയിൽ എവിടെയെങ്കിലും സൗകര്യമായ ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം നടത്തും. അതുപോലെ സഹോദരിമാരുടെ മീറ്റിങ്ങിലൊക്കെ സഹോദരിമാരുടെ സംഘത്തിൽ ഞങ്ങൾ വള്ളക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി എല്ലാ മാസവും അവിടെ ഓരോ വീടുകൾ കയറി ട്രാക്റ്റ് കൊടുക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഭവനങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തരുന്നു. ഇന്നും ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. കൃപയാൽ ഇനി മുൻപോട്ട് മരണം വരെ എൻ്റെ ദൈവത്തിന് സാക്ഷിയായി ജീവിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സാക്ഷിയിലിരിക്കുന്നു. താങ്ക് യു സിസ്റ്റർ റീജ ജോൺസൺ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കതിരുവണ്ണം ദൈവം കൂടുതലായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും അപ്രകാരം ഇറങ്ങിയതാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നുവെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും യാതനകളും അതിൻ്റെ അഗാധമായ അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ സമാനമായ അവസ്ഥയിൽ ദൈവത്തിനു വേണ്ടി ആര് കുടുംബമായിട്ട് ഇറങ്ങുന്നുവോ അവർക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെയും നേരിടും. പക്ഷേങ്കിൽ അവിടെയൊന്നും തളരരുത്. അവിടെയൊക്കെയും കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശ്രീജ ജോൺസന് 3 മാർക്ക് കൊടുക്കും. 3 മാർക്സ്. അടുത്തതായിട്ട് മിസ് ഉദയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഉദയ. ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ചുരുക്കത്തിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഡിഗ്രി കഴിയാറായ സമയത്ത് തന്നെ എൻ്റെ മാമൻ്റെ കൂടെ മധ്യപ്രദേശിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ നിന്ന് എൻ്റെ ആങ്ങള ഡൽഹിയിലാണെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ആങ്ങള എൻ്റെ കുടുംബത്തിലുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത റിലേഷൻസ് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ താമസിച്ചു. പക്ഷേ എനിക്ക് അവരുടെ കൂട്ടത്തിൽ, എൻ്റെ ആങ്ങളെ വർഷങ്ങളായിട്ട് അവരുടെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ എനിക്ക് അവരുടെ കൂട്ടത്തിൽ താമസിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങനെ ഞാൻ എൻ്റെ ആങ്ങളയോട് പറഞ്ഞു എനിക്കിവിടെ നിന്ന് മാറി താമസിക്കണമെന്ന്. അപ്പോൾ എൻ്റെ ആങ്ങളയ്ക്ക് ഇഷ്ടമല്ല വേറെ എങ്ങോട്ടും മാറി താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നും അവിടെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഒരു മാമോഗ്രാഫി ടെക്നോളജിസ്റ്റാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ, ബിന്ദു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് കണ്ടപ്പം ഇങ്ങനെ ഞങ്ങൾ ഡെയിലി ഒരേ സമയത്ത് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ കാണുന്നതുകൊണ്ട് ഒരു ദിവസം എനിക്ക് അമ്പലത്തിൽ പോകണം. ആർക്കേപ്പുരം എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലത്തിൽ പോകണം. ഞാൻ അങ്ങനെ പോകുമ്പം ഈ പെൺകുട്ടിയും ആ ബസ്സിൽ കയറി പിന്നെ അന്നേരം ഇങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പം ആ കൊച്ചു പറഞ്ഞു ഞാൻ പള്ളിയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അന്നേരം അത് എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും പള്ളിയിൽ പോകത്തില്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് അമ്പലമുണ്ടല്ലോ, ഒത്തിരി അമ്പലങ്ങളുണ്ട്, ഒത്തിരി ദേവന്മാരുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളെ എൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ള 2 പെൺകുട്ടികൾ താമസിക്കുന്ന റൂമിൽ എന്നെ കൊണ്ടാക്കി. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും എൻ്റെ ആങ്ങളെ എന്നെ കാണാൻ വരും, കാര്യങ്ങളൊക്കെ ചോദിച്ചു പോകും. ആങ്ങളയ്ക്ക് ഭയങ്കര വെപ്രാളമാണ് ഞാനിങ്ങനെ മാറി താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ മാറി താമസിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ ചെന്നപ്പോഴാണ് ഈ പെൺകുട്ടികൾ രാത്രിയാകുമ്പം ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളാണ്. പക്ഷേ അവർ സന്ധ്യ ആകുമ്പോഴത്തേന് പാട്ടും പ്രാർത്ഥനയും, എന്നിട്ട് വലിയ വായിലേ അങ്ങ് നിലവിളിക്കും. അപ്പം ഞാൻ ഓർക്കും ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ? പക്ഷേ ഉണ്ടല്ലോ, ഇവർ ആ നിലവിളിയുടെ അനന്തര ഫലവും അവരുടെ നന്മയും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ദൈവം പ്രവർത്തിച്ചത് എനിക്ക് കാണാനിടയായി.
അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവരുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പം ഇവരെന്നെ വിളിച്ചടി നീ പള്ളിയിലോട്ട് വാ, ഞങ്ങളുടെ മാർത്തവ പള്ളിയിലോട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഞാൻ വരാം, ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നാൽ അടുത്ത ആഴ്ച ഞാൻ നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരാമെന്ന്. അപ്പോൾ അവരെൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, അവർക്കതറിയത്തില്ല, അവർക്ക് ഓർമ്മയും കാണത്തില്ലായിരിക്കും, പക്ഷേ അവരുടെ അടുത്തൊരു വാക്ക് പറഞ്ഞ് നീ 100 തവണ പിന്നെ പള്ളി വന്നാൽ ഞങ്ങൾ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ അമ്പലത്തിൽ വരില്ല എന്ന്. അതെന്നെ വല്ലാതെ ഇവരോടൊന്ന് ദേഷ്യമാക്കി എനിക്കങ്ങ്. പിന്നീട് ഞാൻ വേറെ ഒരു പെന്തക്കോസ് കുട്ടികളുടെ കൂടെ അവിടെ താമസം ആരംഭിച്ചു. കാരണം ഈ പെൺപിള്ളേരങ്ങ് മാറിപ്പോകുന്ന മീൻസ് ജോലി മാറിപ്പോകുന്നത് കൊണ്ട് എനിക്ക് മറ്റ് പെന്തക്കോസുകാരുടെ കൂട്ടത്തിലോട്ട് എനിക്ക് താമസിക്കേണ്ടി വന്നു. അവിടെ ചെന്നപ്പം ഇല്ല പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പം പന്തം കൊളുത്തി പടയെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടി ഇവരെല്ലാം വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഉദയ നീയും കൂടെ വാ പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും വരില്ല, ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ ബൈബിളൊക്കെ വായിക്കും. അന്നേരം അതിനകത്തൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടി പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ ഉദയ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, അവൾക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ വരണ്ട, അവളവിടെ കിടന്നോട്ടെന്ന് പറയും. അങ്ങനെ ഇവരെല്ലാം കിടന്നുറങ്ങുമ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ പോയിട്ട് ഇവരുടെ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കും. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എസ്തേറിൻ്റെ പുസ്തകമാണ് എനിക്ക് അന്ന് കിട്ടുന്നത്. അത് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊന്ന് ദൈവം തമ്മിൽ സംസാരിച്ചതാണെന്ന്. അങ്ങനെ പിന്നെ ഇവർ ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ പറയും ഞാൻ ഒരിക്കലും വരില്ല, പിന്നെ നിങ്ങൾ പോയിക്കോളാൻ പറയും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും ജമ്മു കാശ്മീരിൽ നിന്ന് പട്ടാളക്കാരനാണ്. ഇങ്ങനെ വരികയും നീ ഒരിക്കലും അവരുടെ കൂടെ പോകരുത്, ആങ്ങളെ എല്ലാ ഞായറാഴ്ചയും വന്ന് കാരണം പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് രാവിലെ അങ്ങ് എത്തും. അങ്ങനെ ചേട്ടനും എത്തി, ഒരിക്കലും പോകരുത്, അവരുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ വലിയ പാടാണ്, തിരിച്ചു വിടാൻ പറ്റത്തില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഒരിക്കലും പോകത്തില്ല. അങ്ങനെ ഇവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ എങ്ങും പോകുന്നില്ലെന്ന്. അപ്പം പിന്നെ വേഗത്തിൽ അവർ പിന്നെ അങ്ങനെ വരാതെ വരുന്നത് ആ ഞായറാഴ്ച രാവിലെ വരുന്നത് കുറഞ്ഞപ്പം ഒറ്റയ്ക്കിരിക്കല്ലേ ഞാൻ റൂമിൽ. അപ്പം ഞാൻ ഇവരുടെ കൂട്ടത്തിൽ പോകാൻ തുടങ്ങി. ചുമ്മാ പോയിരുന്നു. അവർ പറഞ്ഞു നീ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചുമ്മാ ഇരിക്കുമല്ലേ വീട്ടിൽ, നീ വേണമെന്നുണ്ടെങ്കിൽ വന്ന് ഞങ്ങളുടെ കൂടെ വന്നിരുന്നോ, നിനക്ക് ഒന്നും ചെയ്യേണ്ട ഒന്നും. അങ്ങനെ അങ്ങനെ ഒരു ദിവസം ചർച്ചിൽ പോയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വരികയും ഞാൻ എഴുന്നേറ്റ് ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം വലിയ പ്രോബ്ലം എൻ്റെ വീട്ടിലുണ്ടായി, വലിയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായി. അവസാനം അവർ വീട്ടിൽ കയറ്റത്തില്ലെന്നായി. അങ്ങനെയൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് ഞാൻ ഒരിക്കലും നിങ്ങളുടെ പുറകെ വരികയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. എങ്കിലും വീട്ടിൽ ചെന്നാലും നാട്ടുകാരുടെ ആക്ഷേപം, നാട്ടുകാർ നമ്മുടെ മുഖത്ത് നോക്കി ആണ് നമ്മളോട് ചോദിക്കുന്ന അനാവശ്യങ്ങൾ. അപ്പോഴൊക്കെ ഞാൻ പറയാം അത് നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോവും. അങ്ങനെ വളരെ കുറച്ച് ദിവസം ഞാൻ നാട്ടിൽ പോയാലും ഒരു 15 ദിവസത്തേക്കേ പോവുള്ളൂ. അതിൽ 6 ദിവസം എന്തായാലും ട്രെയിനിലാവുമല്ലോ. പിന്നെ അത്യാവശ്യം ബന്ധുക്കളുടെ വീടൊക്കെ ജസ്റ്റ് സന്ദർശിച്ച് എല്ലാവരും ആക്ഷേപിക്കും, അത് നമുക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഓരോ ദിവസവും കർത്താവിനോട് കൂടുതൽ എടുക്കുകയായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞ് അവസാനം ഇവർ വലിയ ഓഫറൊക്കെ എനിക്ക് സ്വർണവും പണമൊക്കെ ഒത്തിരി ഓഫർ ചെയ്ത് നീ അങ്ങനെ വരാമെങ്കിൽ നിനക്ക് ഇന്നതൊക്കെ തരാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട, ഞാൻ കർത്താവിനെ വിട്ട് വരില്ല എന്ന് പറഞ്ഞു. അതിൽ അവസാനം അവർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ ഈ പെന്തക്കോസിൽ പോകാതെ, ഈ കമ്മലും മാലയൊന്നും ഇല്ലാത്ത പെന്തക്കോസിൽ പോകാതെ നീ ഒരു കാര്യം ചെയ്യുക, അല്ലാത്ത ക്രിസ്ത്യാനികളുടെ കൂടെങ്കിലും അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അപ്പം കമ്മലും മാല ഇട്ടാൽ മതി, അവർക്ക് വേറൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവിനോട് ഉള്ള ഒരു സ്നേഹം കൊണ്ട് ഞാനിത് ചെയ്യുന്നതാണ്, ഇത് ഞാൻ എന്തായാലും ഞാൻ ഈ കർത്താവിനെ വിട്ട് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവകൃപയാൽ പിന്നെ അവർ നീ എന്തായാലും ഇങ്ങനെ പോയി, അവർക്ക് ഭയങ്കര കരച്ചിലാണ്, എപ്പോഴും എൻ്റെ അമ്മയും കരച്ചിലാണ്, അച്ഛനും ഇതൊക്കെ ആണ്. അപ്പം പിന്നെ അവസാനം അവർ പറഞ്ഞു എന്തായാലും നീ ഇങ്ങനെ പോയി, നീ തന്നെ ആരെങ്കിലും കണ്ടുപിടിച്ച് കല്യാണം കഴിക്കും, ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് തരാമെന്നുള്ള അവസ്ഥ. വർഷങ്ങൾക്ക് ശേഷം അവർ അങ്ങ് താണ് എൻ്റെ മുമ്പിൽ. കാരണം അവർക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യ എന്നെയും കൊണ്ട്. കാരണം ആൾക്കാർ അവരുടെ മുഖത്തും നോക്കി ചോദിക്കുന്നു. അവസാനം ഞാനൊന്നും ചെയ്തില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ദൈവഹിതമെങ്കിൽ ദൈവം തക്കതായതുകൊണ്ട് അങ്ങനെ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തക്ക സമയമായപ്പം ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു ഫാമിലിയിൽ കൂടെ പ്രവർത്തിച്ചു നാട്ടിലുണ്ടായിരുന്ന ഒരു സഹോദരനെ ഇങ്ങനെ കല്യാണം ആലോചിച്ചു. പെട്ടെന്ന് എനിക്ക് നാട്ടിൽ വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇദ്ദേഹം വന്ന് കാണുവാനിടയായി. പെട്ടെന്ന് എൻ്റെ വിവാഹം നടക്കുവാനിടയായി. ദൈവകൃപയാൽ ഞങ്ങൾക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നു. ഞാനിപ്പോൾ ഇന്ന് നാട്ടിൽ ജോലി ചെയ്യുന്നു, എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു. എൻ്റെ മക്കളുമാർ 2 പേര് ജോഷുവ ജോയൽ, അവർ ഒരാൾ എഞ്ചിനീയറിങ്ങിനും ഒരാൾ ബികോമിനും ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. ഞാൻ എപ്പോഴും ആരെന്നോട് ചോദിച്ചാലും നിൻ്റെ ഭാവി എന്തായി തീരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒറ്റ വാക്ക്, എൻ്റെ കർത്താവ് എന്നോട് സർവ്വശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ
ആ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ ദൈവം ചെയ്തോളും, ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമാണെന്ന് പറയാനിടയായി. അങ്ങനെയൊക്കെ ഇന്ന് വരെയും ദൈവം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. അനർത്ഥങ്ങൾ എത്ര ആക്സിഡൻറ്റുകൾ ഒക്കെ ജീവിതത്തിൽ വന്നു. അപ്പോഴൊക്കെയും ജീവനോടെ നിൽക്കാൻ ദൈവം സഹായിച്ചു. ഇത്രയും ഇങ്ങനെ ഒരു ഫ്ലോറിൽ കടന്നു വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഈ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതം അവസാനം വരെ നിൽക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഒരു ചോദ്യം, ഇപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ടോ? ശുശ്രൂഷയുണ്ടോ? ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും സുവിശേഷം അറിയിക്കാറുണ്ട്. കർത്താവിനെക്കുറിച്ച് മാത്രമല്ല, സ്വർഗമുണ്ട്, നരകമുണ്ട്, നിത്യജീവനുണ്ട്. നിത്യമായ നരകത്തിലേക്കാണ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ നമ്മൾ നിത്യമായ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും ഞാൻ പറയാറുണ്ട്. എനിക്ക് ജോലി സ്ഥലത്തും ഭയങ്കര നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഞാനത്. മക്കൾ ഈ വിശ്വാസത്തിലാണോ? അതെ, ഭർത്താവും മക്കളും എല്ലാം വിശ്വാസത്തിൽ. അവർ ശുശ്രൂഷയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? അവർ എല്ലാ ഞായറാഴ്ചയെന്ന് മാത്രമല്ല, അവർക്ക് അവരുടെ ഞങ്ങളുടെ സഭയിൽ നിന്ന് കടന്നുപോയി സുവിശേഷം അറിയിക്കുന്നുണ്ട്. എല്ലാ കൊല്ലത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി സുവിശേഷം അറിയിക്കുന്നുണ്ട്. അത് മക്കളും പോകും, കാരണം അവർ പാട്ട് പാടും, നന്നായിട്ട് പാടും. പിന്നെ ഹസ്ബൻഡ് വചനം നന്നായിട്ട് അറിയിക്കും. പക്ഷേ എനിക്ക് പേഴ്സണൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരോട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ ഇതുപോലെ ഒരു ശുശ്രൂഷ നയിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് പേര് ദൈവത്തെ അറിയുന്നു, ദൈവത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ ഉള്ള വലിയ സാക്ഷികൾ പറയും. പക്ഷേ അവരുടെ മക്കൾക്ക് ആ ഒരു അനുഭവം പറയുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്തത് 90% ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അവരവരുടെ അനുഭവത്തിൽ മാത്രം നിൽക്കുന്നു, പക്ഷേ മക്കളെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മക്കളുമാരെയും കൊണ്ട് ഹസ്ബൻഡ് പോകുന്നത്, മക്കളുമാരെയും കൊണ്ട് അവർ 3 പേരും കൂടെ വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം എന്നും. തീർച്ചയായിട്ടും പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഉദയ വിൽ ഗെറ്റ് 3.5 മാർക്സ്, 3.5 മാർക്ക്. അപ്പോൾ ഇതോടെ നമ്മുടെ ടെസ്റ്റിമണി റൗണ്ട് അവസാനിക്കുകയാണ്. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക് അനുഗ്രഹ നിറവിൻ്റെയും ആത്മസന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നു. മ്യൂസിയം ഓഫ് ദി വേൾഡ്. മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് ഈ കേന്ദ്രത്തിൽ വരുന്നതിനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വഴി ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന ഈ മ്യൂസിയം, ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നതിനും ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേരള തലസ്ഥാനത്തിൻ്റെ ഒരു ഐശ്വര്യ കേന്ദ്രമായി ഈ മ്യൂസിയം അതിൻ്റെ ചരിത്ര അവബോധത്തിലും ദൈവിക ഭാവത്തിലും ഉയർന്ന് നിൽക്കുകയാണ്. യൂറോപ്പിലെ പഠനകാലത്ത് അനേകം മ്യൂസിയങ്ങൾ കാണുന്നതിനൊക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു മ്യൂസിയം അത് അനൽപമായ സന്തോഷവും അതുല്യമായ ആനന്ദവും മനസ്സിനും ഹൃദയത്തിനും നൽകുന്നു. കാരണം എൻ്റെ രക്ഷിതാവിനോട് എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ അനുഭവം പ്രപഞ്ച സൃഷ്ടി മുതൽ അവിടുന്ന് രണ്ടാമത് ഇനി വരുന്നത് വരെയുള്ള സംഭവങ്ങളും വചനങ്ങളുമെല്ലാം മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്നതിന് സഹായകരമായതുപോലെ ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്നു.
ദൈവത്തിൻ്റെ കരവേലയല്ലാതെ മറ്റെന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുക? ആയതിനാൽ ഡോക്ടർ മാത്യൂസ് വർഗീസ് എന്ന ദൈവമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ആ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ നന്മ വഴിയായി അനേകർക്കും അദ്ദേഹം പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു വലിയ ദൈവിക സമ്മാനമാണ് ഈ മ്യൂസിയം. ഞാൻ ഡോക്ടർ മാത്യൂസ് വർഗീസിൻ്റെ സമർപ്പണത്തെ അഭിനന്ദിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. അടുത്തതായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. ഇവിടെ നിന്നൊരു വേദഭാഗം പറയുമ്പോൾ ആ കൃത്യമായിട്ടത് ആദ്യമേ ആരെടുത്ത് വായിക്കുന്നോ അവർക്കായിരിക്കും മാർക്ക് കിട്ടുന്നത്. 2 മാർക്ക് വീതമേ ഉള്ളൂ. കാരണം ചിലരെന്ന് പറഞ്ഞാൽ കൈത്തുമ്പേൽ ബൈബിൾ വേണം, അപ്പോൾ സിസ്റ്റർ ബൈബിൾ കൊടുത്താട്ടെ. Yes. Bible in your hands. Close your Bibles. Right. ആദ്യത്തെ ഭാഗം ആദ്യമേ വായിച്ചു കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ ഞാൻ ബെല്ലടിക്കും, അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യണം. റൈറ്റ്. ഒരാൾ വാങ്ങിക്കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അത് വായിച്ചാൽ മാർക്കില്ല. ചുമ്മാ കയറി വായിച്ചാൽ മൈനസ് മാർക്ക് തരാതിരിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഒരു മൈനസ് മാർക്ക്. ശരിയായ വായനയാണെങ്കിൽ 2 മാർക്ക്. ഷാൽ വി സ്റ്റാർട്ട്? റെഡി? 1 രാജാക്കന്മാർ 10:24. ദൈവം സലോമോന്റെ ഹൃദയത്തിൽ നൽകിയിരുന്ന ജ്ഞാനം കേൾക്കേണ്ടതിന് സകല ദേശക്കാരും അവനെ അന്വേഷിച്ചു വന്നു. Alright. So Mr. Paulson gets 2 marks. രണ്ടാമത്തേത്, going for the second. Close your Bibles. ഇനി ഒന്നുകൂടെ നോക്കി ഒട്ടിയതുകൊണ്ട് ഉദയം നോക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ഒരു കുഴപ്പമില്ല. എക്സാക്ട്ലി ഗുഡ്. ഓക്കെ, പോൾസന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓൾ റൈറ്റ്. ആവർത്തന പുസ്തകം 33:25. നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവുമായിരിക്കട്ടെ, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. യെസ്, പ്രൈസ് ദി ലോർഡ്. ദാറ്റ്സ് റൈറ്റ് ആൻസർ. ഷീ ഗെറ്റ്സ് 2 മാർക്സ്. മൂന്നാമത്തെ പോർഷൻ, വെളിപാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. Exactly right. Another 2 more marks for Rija Johnson. Very good. Praise the Lord. Last reading, അവസാനത്തെ റീഡിംഗ് ആണ്. ഓക്കെ. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 26-ാം വാക്യം. ആകയാൽ യഹോവേ. റൈറ്റ്. -1 മാർക്ക് ഫോർ മിസ്റ്റർ പോൾസൺ. എന്താ വായിച്ചേ? 26 പറഞ്ഞത്. 2 വാക്യം കുറച്ച് കളഞ്ഞു. റീജ കറക്റ്റായിട്ടാണ് വായിച്ചത്. വായിച്ചാട്ടെ. ആകയാൽ യഹോവേ, നീ തന്നെ ദൈവം, അടിയന് ഈ നന്മ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. Exactly right. So Mr. Paulson gets -1 mark and Rija gets 2 marks. നാം മാർക്സിൻ്റെ ഫൈനൽ ടാലിയിലേക്ക് പോവുകയാണ്. ഒരു ടൈ വരികയാണെങ്കിൽ നാം വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഈ ബൈബിൾ ബോംബ് പൊട്ടിച്ചായിരിക്കും. 2 പേരെയാണ് ഈ റൗണ്ടിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക്, ജോഷുവ സ്റ്റേജിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്.
എന്നാൽ 4 പേർക്കും കോൺസലേഷൻ പ്രൈസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള ഫൈനൽ മാർക്സ് ജഡ്ജ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. The first prize goes to Mrs. Rija Johnson. All right. So who goes to the next stage? Mr. Paulson and Mrs. Rija Johnson goes to the next stage. The first prize goes to Mrs. Rija Johnson and closely followed by Mr. Paulson. But both of you go to the second one. ഇതോടെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.